ഒരു സ്മാർട്ട് ഫോൺ പ്രണയം, സ്മാർട്ട് ഫോൺ ലവ്, ഇങ്ങനെ രണ്ട് പേരുകളിലാണ് ഇവർ ഈ സിനിമ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാൻ പറയുന്നത് ഇന്നലെ റിലീസായ ഒരു മലയാള സിനിമയെ പറ്റിയാണ്. ഹേമന്ത് പഴയ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ വേണ്ടി വന്ന് ഫെയിൽഡ് ഔട്ടായി പോയ ഒരു നടൻ. നിങ്ങൾക്കറിയാം, ഒരു ഓർഡിനറി തുടങ്ങിയ ഒരുപാട് സിനിമകളിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ചട്ടക്കാരി, അങ്ങനെ കുറേ സിനിമകളിലുണ്ട്. പുള്ളി മാത്രമാണ് ഈ സിനിമയിൽ ആകെ ഒരു നോൺ ഫേസ്. പിന്നെ നമ്മുടെ ബാലാജി ശർമ്മ അഭിനയിച്ചിട്ടുണ്ട്. വേറെ ആരും എനിക്കങ്ങനെ അറിയാവുന്നവരാരും ഇല്ലായിരുന്നു. 2 മണിക്കൂർ 10 മിനിറ്റുള്ളൊരു റൊമാൻറ്റിക് ത്രില്ലറാണ് ഈ സിനിമ. കിടിലൻ പടം കേട്ടോ. അതായത് ചാൾസ് ജി തോമസ് ആണ് ഈ സിനിമയുടെ സംവിധായകൻ. വേറെ വല്ല പണിക്കും പോടാപ്പാ, എന്ത് കൂതറ പടമാണ്. ഇതിനെ പടമെന്നല്ല, സീരിയലെന്നല്ല, ഇത് ഇങ്ങനത്തെ ഒരു സംഭവത്തിന് ഈ ഒരു 2 മണിക്കൂർ 10 മിനിറ്റുള്ള വീഡിയോയ്ക്ക് നമുക്കിടാൻ ഒരു പേരില്ല. ഒരു 2 സിനിമ മര്യാദക്കുള്ളൊരു 2 മലയാള സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ് ചാൾസ് എങ്കിൽ പുള്ളി കുറച്ചും ഇതിലും നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റും. വേറെ എക്സ്പീരിയൻസോ മറ്റേതോ മറിച്ചതോ ഒന്നും വേണ്ട, സ്ക്രിപ്റ്റ് ഒന്നും വേണ്ട, ചുമ്മാ ക്യാമറ വെച്ചാൽ തന്നെ ഒരു ഇത് വെക്കാൻ പറ്റും. അപ്പോൾ അത്ര ആത്മാർത്ഥത ഇല്ലാതെ ഒരു സിനിമ ചെയ്ത് ഞാനൊരു ഡയറക്ടറാണെന്ന് പറയാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനത്തെ ഒരു വെറും കൂതറ ഒരു സാധനം പടച്ചു വിട്ടത്. ഇൻ്റർവെല്ലാകുമ്പോൾ ഇറങ്ങി പോകാൻ വേണ്ടി ഇരുന്ന, റിവ്യൂവും വേണ്ട ഒരു മറ്റേതും വേണ്ടെന്നുള്ള പ്ലാനിൽ ഇരുന്നതാണ്. പക്ഷേ 2 മണിക്കൂർ 10 മിനിറ്റുള്ള സിനിമയിൽ 1 മണിക്കൂർ 30 മിനിറ്റും ഫസ്റ്റ് ഹാഫ് ആണ്. പിന്നെ ആകെയുള്ളത് 30-35 മിനിറ്റാണ്. എന്നാൽ പിന്നെ അതുകൂടെ കണ്ടിരിക്കാമെന്ന് പറഞ്ഞാണ് ബാക്കി കണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഇൻ്റർവെല്ലാകുമ്പോൾ ഇറങ്ങി പോയേനെ. പിന്നെ ഇതിൽ ലീഡ് ഹേമന്ത് ഒന്നും അല്ല കേട്ടോ. ലീഡ് പുള്ളി ഫസ്റ്റ് ഹാഫിൽ പോലും ഇല്ല. പുള്ളിയുടെ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. അത്ര മാസ് ഒരു ആക്ടറാണല്ലോ, അപ്പോൾ ശബ്ദം കൊണ്ട് തന്നെ പുള്ളിയുടെ പ്രസൻസ് ഉണ്ട്. നായകനും നായികയൊക്കെ വേറെ ആൾക്കാരാണ്. ഇവരൊക്കെ എവിടുന്ന് മറ്റേ ഒരു താല്പര്യമില്ലാതെ എന്തോ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അഭിനയിപ്പിച്ച പോലെ ഉണ്ട്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും തോൽവിയുടെ കാര്യത്തിൽ 10-ൽ 10 ഈ സിനിമ. ഇങ്ങനത്തെ സിനിമകളൊക്കെ എടുക്കുന്നവരെ മറ്റേ വലിയ ക്രിമിനൽ കേസ് പഠിച്ച് ജയിലിലിടണം. പ്രൊഡ്യൂസർക്ക് ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനമൊന്നും ചെയ്യത്തില്ല. ഇത് ഏതോ അപ്പാവിയെ പിടിച്ച് പറ്റിച്ചാവാം, അല്ലെങ്കിൽ ഇവന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും തന്നെ ആയിരിക്കാം പ്രൊഡ്യൂസർ. തോൽവി സാധനം. ഇതിന് മറ്റേ 0 അല്ല, 0-ത്തിനേക്കാളും ഒരു 10 0 ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞ് എന്തെങ്കിലും റേറ്റിംഗ് കൊണ്ട് അത് കൊടുക്കാം ഈ സിനിമയ്ക്ക്. വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓർത്തത്, ഞാനിങ്ങനെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ സിനിമ കാണാതെ ചുമ്മാ തള്ളുന്നതെന്ന് വിചാരിക്കും. അതായത് കുറ്റം മാത്രമേ ഉള്ളൂ സിനിമയെ പറ്റി പറയാം, നല്ലതൊന്നും പറയാനില്ല. കണ്ടെന്ന് കൊതിപ്പിക്കാൻ വേണ്ടി പറയാം. എന്തെങ്കിലും ഈ സിനിമയിൽ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ, അത് പോസിറ്റീവെന്നല്ല, എന്തെങ്കിലും നല്ലതായിട്ടുണ്ടെങ്കിൽ ഇത് ദുബായിയുടെ ഒരു വൈഡ് ഷോട്ട് കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ. ഫസ്റ്റ് അത് കൊള്ളായിരുന്നു, നല്ല ക്ലാസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇവന്മാർ വേറെ എവിടുന്നോ ചൂണ്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അത് അത്ര സൂപ്പറായിട്ട് എടുക്കാനുള്ള കഴിവൊന്നും ഇവന്മാരോട് ആരും ഇല്ല. അത് ബാക്കി നമുക്ക് ഈ പടത്തിൻ്റെ ഷോട്ടുകൾ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു ഷോട്ട് മാത്രം കൊള്ളായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹേമന്ത് ഫസ്റ്റ് ഹാഫിലില്ല, പുള്ളിയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലിങ്ങനെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് നമ്മുടെ നായകന്. അവന്മാരുടെ കുറച്ച് കോമഡി സീനൊക്കെ ഉണ്ട്. ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴും ഒക്കെ അതൊക്കെ സൂപ്പർ സാധനമായിരുന്നു. അതായത് ലാസ്റ്റ് നെയിം പറയുമ്പോഴത്തേക്ക് ഞാൻ അത്രക്കാരനല്ല, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കിണ്ണം കോമഡി ഉണ്ട്. ഇത് കൂടുതൽ എനിക്ക് പറയാൻ വയ്യ. ഇങ്ങനത്തെ ഒരു 3-4 എണ്ണം പറഞ്ഞല്ലോ. ഇപ്പോൾ തന്നെ ഞാൻ സിനിമ കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. താങ്ക് യു.